അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നു പറയും, ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോടാ പറയുക, എന്തായാലും JK അങ്കിളിനെ പിറന്നാളിനെ വിളിക്കണം എന്ന് പറയും. അത് വേണം മോളെ, അയാൾക്ക് ഭയങ്കര തിരക്കും, JK സാർക്ക് ഭയങ്കര തിരക്കുള്ള ആളല്ലേ എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചില്ലെങ്കിലാണ് മോശം എന്നിങ്ങനെ പറയണം കേട്ടോ. ചിന്നു എന്തായാലും വിളിക്കണം എന്നിങ്ങനെ പറയണം. ഒരു അർദ്ധസമ്മതത്തോട് കൂടിയിട്ട് അർച്ചന സമ്മതം കൊടുക്കുകയാണ്. അതിനുശേഷം ശരി നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി JK അങ്കിളെ വിളിക്കാമെന്ന് പറഞ്ഞ് ചിന്നു അർച്ചനയും കൂടി JKയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ JKയെ കാണില്ല, അവിടെ ആരും ഉണ്ടാവില്ല. അതേസമയം ചിന്നു അപ്പോൾ തന്നെ JKയെ വിളിക്കുകയായിരിക്കും. എന്താ മോളെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു യാത്രയിലാണ്, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഞാനും അമ്മയും കൂടി അങ്കിളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ പിറന്നാളാണ് മറ്റന്നാൾ വ്യാഴാഴ്ച എൻ്റെ പിറന്നാളാണ് എന്ന് പറയണം കേട്ടോ. അങ്കിൾ എന്തായാലും വരണം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഞാൻ ഇത് അമ്മയുടെ അടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അർച്ചന അതേപോലെ തന്നെ JK ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. പിറന്നാളിന് എന്തായാലും വരണം, സാറായിരിക്കും ചീഫ് ഗസ്റ്റ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത്രയ്ക്കൊക്കെ വേണോ, ഞാൻ എന്തായാലും സമയം കിട്ടിയെങ്കിൽ ഞാൻ വരാമെന്ന് പറയണം. അതേസമയം പാപ്പച്ചൻ ചോദിക്കുകയാണ്, ഇനി പിറന്നാളിന് പോകാനാണ് തീരുമാനം എന്ന് ചോദിക്കുകയാണ്. പോവണം എന്നിങ്ങനെ പറയുമ്പോൾ ഇനി കണ്ടു കഴിഞ്ഞാൽ ആട്ടി ഇറക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് ദീപ്തി ഓഫീസിൽ ലീവ് കഴിഞ്ഞ് വന്നിരിക്കുകയായിരിക്കും കേട്ടോ. അർച്ചന ഓഫീസിൽ പോവുകയാണ്. അർച്ചന ഓഫീസിൽ പോയിരിക്കുന്ന സമയത്ത് അർച്ചന ചോദിക്കും ദീപ്തിയോട്, നിനക്ക് വയ്യെങ്കിൽ ഇന്നും കൂടി ലീവ് എടുത്തിട്ട് വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അത് കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ നിൻ്റെ അയൽവക്കത്തായ എഴുത്തുകാരൻ വന്നല്ലോ താമസിക്കാൻ വേണ്ടി, നീ കണ്ടോ, പോയി പരിചയപ്പെട്ടോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കാനായിട്ട്. ഇല്ല, ഞാൻ പോയപ്പോഴേക്കും അയാൾ ഭയങ്കര തിരക്കിലും എഴുത്തിലുമായിരുന്നു, അയാൾക്ക് ഒരിക്കലും പരിചയപ്പെടാൻ എനിക്ക് പറ്റിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഭയങ്കര അതിശയത്തോട് കൂടിയിട്ടാണ് അവരെല്ലാവരും ചോദിക്കുന്നത് കേട്ടോ. ദീപ്തിയും വസുവും കൂടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം വരാം, ഞങ്ങൾക്കും കാണണം എന്നിങ്ങനെ പറയണം. ഏതായാലും കാണണ്ട, ചിന്നുമോളുടെ പിറന്നാളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരമാകും അത്. ചിന്നുമോളെ ഞാൻ വലിയ പരിപാടിയൊന്നും നടത്തുന്നില്ല, ചെറുതായിട്ട് അത്യാവശ്യം വേണ്ടവർക്ക് മാത്രമേ ഉള്ളൂ, അതിൽ ചീഫ് ഗസ്റ്റായിട്ടാണ് മൂപ്പര് വരുന്നത് എന്നിങ്ങനെ പറയും. ചിന്നുമോൾ ഇത്രയും വലിയ ഭാഗ്യവതിയായി, ഇത്രയും എഴുത്തുകാരൻ വന്ന് ചീഫ് ഗസ്റ്റായിട്ട് നിൽക്കുമോ എന്ന് ദീപ്തിയും വസും പറയാൻ കേട്ടോ. ഏതായാലും ശരി, ഞങ്ങൾക്ക് അപ്പോഴൊന്ന് വന്നിട്ട് കാണാലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കു ചന്ദ്രയോട് പറയുന്നുണ്ട്, ഏട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കരുത്, ഏട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഏട്ടത്തിക്ക് തന്നെയാണ് വിഷയം. അവർ സ്നേഹം കിട്ടുന്നിടത്തേക്ക് ചായും അർച്ചനയോട് കൂടുതൽ അടുക്കും, അതേ ഉണ്ടാവുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ചന്ദ്രയെ ഉപദേശിക്കുകയാണ് രുക്കു കേട്ടോ. അതേസമയം തന്നെ വിജയശങ്കർ പോകാൻ വേണ്ടി പോകുമ്പോൾ ചന്ദ്ര പെട്ടെന്ന് തന്നെ പോയിട്ട്, എന്താ വിജയേട്ട എന്നോട് പറയാതെ പോകുന്നത്, ഞാനിതിൽ എന്തൊക്കെയോ പറഞ്ഞൂല്ലേ വിജയേട്ട, അധികം അയ്യില്ലേ, പിന്നെ വിജയേട്ടനെ അടിച്ചതൊക്കെ ഞാൻ അപ്പോഴേ മറന്നുപോയി, ഞാൻ അങ്ങോട്ടേക്ക് മിണ്ടിയിട്ടില്ലെങ്കിലും വിജയേട്ടൻ എന്നോട് മിണ്ടണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ സോപ്പിട്ടിട്ട് വിജയനോട് പറയണം കേട്ടോ. ശരി എന്ന് പറഞ്ഞ് വിജയൻ യാത്ര പറഞ്ഞ് പോകുമ്പോൾ ചന്ദ്ര മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ ആരാന്നുള്ളത് അറിയില്ല, നീ അർച്ചനയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം അറിയും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചുവിന് പാസ് ഔട്ട് പരേഡാണ് കേട്ടോ. ഫാമിലി മീറ്റിങ്ങിനും ഒഴിവായി, അതുപോലെ പാസ് ഔട്ട് പരേഡിനും ആരെയും വീട്ടിൽ നിന്ന് വിളിച്ചില്ല. എന്താണ് എന്ന് ചോദിക്കുന്നത്, നിൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയല്ലേ, നിൻ്റെ ചേച്ചിയും കൂടി എന്താ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അച്ചു പറയേണ്ടത്, എനിക്ക് ആ നാട്ടിലേക്ക് പോകാൻ തന്നെ മടിയാണ് സാറേ, അതുകൊണ്ടാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് എൻ്റെ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുകുന്ദനും അനന്തവും കൂടി പത്രം വായിച്ചിരിക്കുന്ന സമയത്താണ് മഞ്ജു അങ്ങോട്ടേക്ക് വരിക. എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താ ഓഫർ, ഒരു ഓഫറും ഇല്ല എന്ന് പറയണം കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ പാസ് ഔട്ട് പരേഡിൻ്റെ കാണുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ഇവർ സൂക്ഷിച്ച് നോക്കുന്നത് അച്ചുണ്ട്, അച്ചുവിൻ്റെ ബാച്ചാണല്ലോ എന്നിങ്ങനെ പറയണം. അച്ചുവിനെ കാണുന്നില്ലല്ലോ, എന്താ ഇവൻ നമ്മളോട് പറഞ്ഞില്ല എന്നിങ്ങനെ പറയണം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അർച്ചന ചോദിക്കും, നിങ്ങളെന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താ അച്ചുവിൻ്റെ പാസ് ഔട്ട് പരേഡ് കഴിഞ്ഞിരിക്കണം, പക്ഷേ ഈ ഫോട്ടോയിൽ അച്ചു കാണാനില്ല എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയും, എന്നാലും അവൻ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന പറയും, അതൊന്നും കണക്കാക്കണ്ട, അവൻ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പറയാതിരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ഒന്ന് അവനെ വിളിച്ച് കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് കാര്യങ്ങൾ, അവനെ എവിടെയാണ് കിട്ടിയിരിക്കുന്നത് ജോലി എന്നെല്ലാം നമുക്കറിയാലോ എന്നെല്ലാം പറയണം കേട്ടോ. അതേ സമയത്ത് അർച്ചന ഫോൺ ചെയ്യുമ്പോൾ അച്ചുവിൻ്റെ ഫോൺ എടുക്കില്ല കേട്ടോ, റിങ് അടിക്കില്ല. അപ്പോൾ മഞ്ജു പറയും, നീ മനഃപൂർവ്വമായിരിക്കും ചിലപ്പോൾ അവനെ എടുക്കാതിരിക്കുന്നത്, അവർ പറയുന്നതാണ് കേൾക്കുന്നത് എന്നെല്ലാം പറയണം കേട്ടോ. മഞ്ജു അങ്ങനെ കുത്തി പറയണം. അതേസമയം അനന്ത് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്തിനും ഈ നെഗറ്റീവ് സംസാരം എന്തിനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വഴക്ക് പോലെ പറയണം കേട്ടോ അനന്തു. അതേസമയം പേപ്പർ വായിക്കുന്ന രുക്കു പെട്ടെന്ന് തന്നെ കരയാണ് കേട്ടോ. വിമലയും ചന്ദ്രയും കൂടി വന്ന് എന്താ
വിമല ചോദിക്കുക നീ കണ്ടില്ലേ ചോദിക്കുക. ആ കണ്ടു, എൻ്റെ ഭർത്താവിൻ്റെ പാസ്ഔട്ട് പരേഡ് ഞാൻ പേപ്പറിലൂടെ അറിയാൻ ഇതായ ഭാഗ്യം കെട്ടവളാണ് ഞാൻ എന്നിങ്ങനെ പറഞ്ഞു രുക്കു കരയാണ് കേട്ടോ. അവനൊരു കാര്യം നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയണം. അവൻ ഇങ്ങനെ തന്നെയാണ്. അവൻ അന്ന് ഇതേപോലെ തന്നെ ഫാമിലി മീറ്റ് വെച്ചപ്പോൾ തലേ ദിവസം അവൻ അവർ റദ്ദാക്കി. അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം. എല്ലാ കാര്യങ്ങളും അവൻ അമ്പാട്ട് വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാകും എന്നിങ്ങനെ പറയണം രുക്കു. അപ്പോൾ പറയണേ ഇല്ല അതൊന്നുമല്ല, അവരൊന്നുമായിട്ട് യാതൊരു ഷെയറിങ് ഒന്നും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ എങ്ങനെയാണ് നീ അവൻ്റെ പിന്നിൽ ഒളിച്ചോടിയതല്ലേ, നീ അനുഭവിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര പറയണം കേട്ടോ. അതേസമയം ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് രുക്കു അവിടെ നിൽക്കുകയാണ്.